നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പിൻ്റെ ആവേശം പതിയാണെങ്കിലും ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ചെറിയ രൂപത്തിലാണെങ്കിലും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ പൊങ്ങി തുടങ്ങി. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാര്യം എന്താണ്, അതുപോലെ ഇത്തവണത്തെ വേൾഡ് കപ്പിന് ചില പ്രത്യേകതകളുണ്ട്, വേൾഡ് കപ്പിലെ ഫേവറിറ്റ്സ് ആരാണ്, ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്പെഷ്യൽ ഒക്കേഷൻ ഫോർ ഹോസ്റ്റ് നേഷൻസ്. 3 രാജ്യങ്ങൾ ചേർന്നൊരു വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇതാദ്യമാണ്. 2 രാജ്യങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാലോ, ജപ്പാൻ, കൊറിയ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു വേൾഡ് കപ്പ്. 3 രാജ്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ആദ്യം മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം ജൂൺ 11-നാണ്. അന്ന് നിങ്ങൾക്കറിയാലോ. ഏതായാലും ഇവിടെ മെക്സിക്കോക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 3 മെൻസ് വേൾഡ് കപ്പുകൾ ഹോസ്റ്റ് ചെയ്യുന്ന ചരിത്രത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് അവർ മാറാൻ പോവുകയാണ്. 1970-ലും 1986-ലും അവർ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 വേൾഡ് കപ്പുകൾ എന്ന് പറഞ്ഞാൽ 1970 വേൾഡ് കപ്പിൽ പെലെയുടെ ബ്രസീലാണ് കിരീടം ചൂടിയതെങ്കിൽ 86 വേൾഡ് കപ്പിൽ മറഡോണയുടെ അർജൻറ്റീനയാണ് കിരീടം ചൂടിയത്. 2 മഹാരഥന്മാരാണ് അവിടെ നടന്ന നേരത്തെയുള്ള വേൾഡ് കപ്പുകൾ കിരീടം ചൂടിയിട്ടില്ല. 2026 3-ാം വേൾഡ് കപ്പിൽ ആര് മുത്തമിടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത പ്രത്യേകത ഈ വേൾഡ് കപ്പിൻ്റേത്, ഇതൊരു പുതിയ ഫോർമാറ്റാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 48 ടീമുകളുള്ളൊരു വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ 1994 ശേഷം നടന്ന വേൾഡ് കപ്പുകൾ 32 ടീമുകൾ വെച്ചായിരുന്നു. 94 ഇതിനു മുമ്പ് US വെച്ച് വേൾഡ് കപ്പ് നടക്കുമ്പോൾ 24 ടീമുകളായിരുന്നു. 48 ടീമുകളുള്ള വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ഇത്തവണ വേൾഡ് കപ്പ് മത്സരങ്ങളുടെ എണ്ണത്തിൽ നല്ല കൂടുതലുണ്ട്. 64 മത്സരങ്ങളാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊത്തം ഉണ്ടായിരുന്നെങ്കിൽ ഈ വേൾഡ് കപ്പിൽ 104 മത്സരങ്ങളുണ്ട്. ഒരു റൗണ്ട് അധികമുണ്ട്, അത് റൗണ്ട് ഓഫ് 32 ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൗണ്ട് ഓഫ് 16 അങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 16 സ്പെക്ടാക്കുലർ സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത്. വമ്പൻ സ്റ്റേഡിയങ്ങൾ, വലിയ കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയങ്ങൾ. ഇപ്പോൾ ടൂർണമെൻറ്റിൽ 16 സിറ്റികളിൽ 16 സ്റ്റേഡിയങ്ങളിൽ നടക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 11 സ്റ്റേഡിയങ്ങളാണുള്ളത്. മെറ്റ് ലൈഫ് സ്റ്റേഡിയം, അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 82,500 അതുപോലെ മറ്റൊരു സ്റ്റേഡിയം സോഫി സ്റ്റേഡിയം, അതായത് ഇംഗിൾവുഡിലെ സ്റ്റേഡിയം, കാലിഫോർണിയയിലെ ആ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 70,420. AT&T സ്റ്റേഡിയം ഇൻ ആർലിംഗ്ടൺ ടെക്സസിലെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 80,000. NRG സ്റ്റേഡിയം ഇൻ ഹൂസ്റ്റൺ ടെക്സസിലെ ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു കപ്പാസിറ്റി 72,220. പിന്നെ ആരോ ഹെഡ് സ്റ്റേഡിയം വരുന്ന ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി, കൻസാസ് സിറ്റിയിലെ സ്റ്റേഡിയമാണത്, അതിന് കപ്പാസിറ്റി 76,416 സ്റ്റേഡിയമാണ്. മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം, അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 71,000. ഹാർഡ് റോക്ക് സ്റ്റേഡിയം മയാമിയിലെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 64,767. ലെവി സ്റ്റേഡിയം സാന്റാ ക്ലാര കാലിഫോർണിയ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 68,500. ലിങ്കൺ ഫൈനാൻഷ്യൽ ഫീൽഡ് ഇൻ ഫിലാഡൽഫിയ പെൻസിൽവാനിയയിലെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 69,796. ദെൻ ല്യൂമൻ ഫീൽഡ് സിയാറ്റിലെ സ്റ്റേഡിയമാണ്, 68,740 അവരുടെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി. പിന്നെ ഗിലറ്റ് സ്റ്റേഡിയം ഫോക്സ്ബർഗിലെ മസാച്യുസെറ്റ്സിലെ ആ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 65,878. ചുരുക്കത്തിൽ വമ്പൻ സ്റ്റേഡിയങ്ങളാണ് ഈ മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് USA സ്റ്റേഡിയങ്ങളുടെ കണക്കാണ് പറഞ്ഞത്. കാനഡയിൽ 2 സ്റ്റേഡിയങ്ങളിലാണ് കളി നടക്കുന്നത്. BC പ്ലേസ് വാൻകൂവർ ബ്രിട്ടീഷ് കൊളംബിയ, ആ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 54,500. BMO ഫീൽഡ് ടൊറൻറ്റോയിലെ ആ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 45,500. മെക്സിക്കോയിൽ 3 സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. എസ്റ്റാഡിയോ ആസ്റ്റെക്ക മെക്സിക്കോ സിറ്റിയിലെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി അറിയണോ? 87,523. പിന്നെ അടുത്ത സ്റ്റേഡിയം ഉള്ളത് എസ്റ്റാഡിയോ അക്രോൺ ആണ്,
ഗോർലജറയിലെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 49,850 പിന്നെയുള്ളത് എസ്റ്റാഡിയോ BBVA മോണ്ടറിയിലെ ആ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 53,500. സോ വമ്പൻ സ്റ്റേഡിയങ്ങളിലാണ് കളി നടക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട വളരെ കീ ആയിട്ടുള്ള ഡേറ്റുകളുണ്ട്. ഓപ്പണിംഗ് മാച്ച് നടക്കുന്നത് ജൂൺ 11 മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരിക്കും ആ മത്സരം. എസ്റ്റാഡിയോ ആസ്ടെക്കിലാണ് കളി നടക്കുന്നത്. സോ ഗ്രൂപ്പ് സ്റ്റേജ് ജൂൺ 11 ആരംഭിച്ച് ജൂൺ 27 വരെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളായിരിക്കും. റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ നടക്കുന്നത് ജൂൺ 29 മുതൽ ജൂലൈ 6 വരെയാണ്. പിന്നെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ നടക്കുന്നത് ജൂലൈ 9 മുതൽ ജൂലൈ 12 വരെയാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 15 മുതൽ ജൂലൈ 15 ജൂലൈ 16 നടക്കുന്നു. സെമി ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 19 ജൂലൈ 20 നടക്കുന്നു. തേർഡ് പ്ലേസ് പ്ലേ ഓഫ് മത്സരം നടക്കുന്നത് ജൂലൈ 24 ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ. ദെൻ ഫൈനൽ നടക്കുന്നത് ജൂലൈ 25 മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഇൻ ന്യൂജേഴ്സി. ഇതാണ് പ്രധാനപ്പെട്ട ഡേറ്റുകൾ. ഇനി അറിയേണ്ടത് നമ്മുടെ നാട്ടിലെ ബ്രോഡ്കാസ്റ്റിംഗ്, ആ കാര്യം എന്തായി എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാലോ, 100 മില്യൺ യൂറോ ഫിഫ ചോദിക്കുകയും അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോഡ്കാസ്റ്റേഴ്സ് പിൻവാങ്ങുകയൊക്കെ ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം, ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനമായിട്ടുണ്ട്. അത് ഈ ആഴ്ച പ്രഖ്യാപിക്കും. ഇന്ത്യയിൽ നമുക്ക് TV തന്നെ കളി കാണാൻ പറ്റും. പലതരത്തിലുള്ള റൂമറുകളുണ്ട്. അതിപ്പോൾ നമ്മൾ കൺഫേം ആവാത്തത് കൊണ്ട് ചാനലിൻ്റെ പേര് പറയുന്നില്ല. എങ്കിലും ചില റൂമറുകളും സൂചനകളും ഒക്കെ ഉണ്ട്. അത് വരും മണിക്കൂറുകളിലോ വരും ദിവസമൊക്കെ ആയിട്ട് നമുക്ക് പുറത്തുവിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആശങ്കയ്ക്ക് വകയില്ല. നമ്മുടെ നാട്ടിലും ഈ മത്സരങ്ങളുടെ സംപ്രേഷണമുണ്ട്. പിന്നെ ഈ വേൾഡ് കപ്പിലെ ഫേവറിറ്റ്സ് ആരാണ് എന്നുള്ള ചോദ്യമാണല്ലോ. ഫിഫ റാങ്കിങ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഒരു സംശയം വേണ്ട, ഈ വേൾഡ് കപ്പിലെ ഫേവറിറ്റ്സുകളിൽ നമ്പർ 1 നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീന തന്നെയാണ്. ലയണൽ മെസ്സിയുടെ അർജൻറ്റീന വളരെ മികച്ച രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പിനും എത്തുന്നത്. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ്, ഏത് ടീമിനെയും തകർത്ത് തരിപ്പണമാക്കാൻ കപ്പാസിറ്റിയുള്ള ഫ്രാൻസ് ഫേവറിറ്റുകളുടെ എണ്ണത്തിൽ വരുന്നു. ബ്രസീൽ, എന്തൊക്കെ പറഞ്ഞാലും ബ്രസീൽ തന്നെയാണ്. 5 വേൾഡ് കപ്പ് നേടിയ മറ്റൊരു ടീമില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അവർക്കും ഇത്തവണ വേൾഡ് കപ്പിൽ നല്ല സാധ്യത കാണുന്നു. ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ ഇംഗ്ലണ്ട്, തോമസ് തുഷേലിൻ്റെ സംഘവും മികച്ചതാണ്. അവർക്കും ഇത്തവണ വേൾഡ് കപ്പിൽ സാധ്യത കണക്കാക്കുന്നു. സ്പെയിന് മറ്റൊരു ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽ വരുന്നു. ലാമിൻ യമാലും പെഡ്രിയും ഗാവിയും ഒക്കെ ചേരുമ്പോൾ ഒരു മികച്ച ടീമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു ടീമാണ് ജർമ്മനി. കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ തുടക്കത്തിലേ മടങ്ങിപ്പോയതാണെങ്കിൽ ഇത്തവണ ജൂലിയൻ നഗൽസ്മാൻ്റെ കീഴിൽ മികച്ച നേട്ടങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഇവരാണ് ഫേവറിറ്റുകളെങ്കിൽ ഈ വേൾഡ് കപ്പിലെ അണ്ടർഡോഗ്സ് ടു വാച്ച് ഔട്ട് എന്ന് പറയാവുന്ന ടീമുകൾ ഏതാണ്, അല്ലെങ്കിൽ ടീം ഏതാണ്? സംശയം വേണ്ട, പോർച്ചുഗൽ ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കിരീടവുമായിട്ട് മടങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതോടൊപ്പം തന്നെ നെതർലൻഡ്സ്, പിന്നെ മൊറോക്കോ. ഈ 3 ടീമുകളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിൽ ഇപ്പം നെതർലൻഡ്സും പോർച്ചുഗലും നേടിയാൽ അത്ര വലിയ അത്ഭുതം ഉണ്ടാവില്ല. പക്ഷേ മൊറോക്കോ എങ്ങാനും വേൾഡ് കപ്പുമായിട്ട് പോയാൽ അത് വലിയൊരു അട്ടിമറിയായിരിക്കും. ഇപ്പോൾ നമുക്കറിയാലോ, ഏജ് ഗ്രൂപ്പ് കാറ്റഗറിയിലൊക്കെ മൊറോക്കോ വേൾഡ് കപ്പിൽ മുത്തമിടുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേൾഡ് കപ്പിൻ്റെ ഒരു പ്രത്യേകത, ഗോൾഡൻ ജനറേഷൻ ഓഫ് സ്റ്റാർസ് അവരുടെ അവസാന വേൾഡ് കപ്പാണ്. പല വമ്പന്മാരും വിട പറയാൻ വരുന്നൊരു വേൾഡ് കപ്പാണ്. നമ്മളെ വിസ്മയിപ്പിച്ച് നീണ്ടകാലം ഫുട്ബോൾ ലോകത്തങ്ങ് ഫുട്ബോളിൻ്റെ മാന്ത്രികതയിൽ ആറടിച്ച ഒരു പിടി സൂപ്പർ താരങ്ങൾ പടിയിറങ്ങിയാണ്. അർജൻറ്റീനയുടെ ലയണൽ മെസ്സി, അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, പിന്നെ ബ്രസീലിൻ്റെ നെയ്മർ ജൂനിയർ, ബെൽജിയത്തിൻ്റെ കെവിൻ ഡിബ്രൂയനെ, ഇങ്ങനെ എത്ര മഹാരഥന്മാരായ താരങ്ങൾ അവരുടെ അവസാന വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നു. മാനുവൽ ന്യൂയർ നേരത്തെ നിർത്തിപ്പോയതാണെങ്കിലും വീണ്ടും അദ്ദേഹം വരുന്ന കാഴ്ച നമ്മളിതാ കാണുന്നു. അതുപോലെ തന്നെ ഒരു പിടി താരങ്ങൾ വിട പറയാൻ വേണ്ടി, ലൂക്ക മോഡ്രിച്ചിനെ പോലെ, ഹ്യൂമൻ സണ്ണിനെ പോലെ, ഒച്ചാവോയെ പോലെ ഉള്ള ഒരു പിടി താരങ്ങൾ വിട പറയാൻ വേണ്ടി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ വേൾഡ് കപ്പിൻ്റെ. ഒരു പക്ഷേ ഫുട്ബോൾ ലോകത്തെ സ്റ്റാർഡം ഒരു ട്രാൻസിഷൻ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു വേൾഡ് കപ്പായിരിക്കും ഇത്. പുതിയ താരോദയങ്ങൾ ലോക ഫുട്ബോളിനെ നീണ്ടകാലം അടക്കി ഭരിക്കാൻ സജ്ജരായിട്ട് ആ സിംഹാസനത്തിലേക്ക് കയറിയിരുന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് പറ്റിയ താരങ്ങളുണ്ട്. ലാമിനെ യമാലിനെ പോലെയുള്ള താരങ്ങൾ, പിന്നെ തീർച്ചയായിട്ടും വിനി ജൂനിയർ, എർലിംഗ് ഹാലൻഡ്, ഇങ്ങനെ ഒരു പിടി യുവതാരങ്ങൾ ആ ട്രാൻസിഷന് റെഡിയായിട്ട് നിൽക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ വളരെ സ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യം കൊണ്ട് വളരെ ആവേശകരമായൊരു വേൾഡ് കപ്പാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്.
ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇത് പൊളിക്കുന്ന വേൾഡ് കപ്പ് തന്നെയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ചർച്ചകളും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ അനാലിസിസ് വീഡിയോകളും മറ്റുമൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം.